ഹായ് ഗൈസ്. അപ്പോ ഞാൻ ബീഗം സുൽത്താന. നമ്മൾ നോക്കുന്നത് ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞ BSOC 108 കോഴ്സാണ്. അപ്പൊ ഇതിൽ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 പാർട്ട് 1 നമ്മൾ കവർ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പാർട്ട് 2 ബാക്കി പോർഷൻസ് ആണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് തിയറിസ്റ്റുകളെയും പിന്നെ 2-3 എക്സ്ട്രാ ടോപ്പിക്കും കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ബാക്കി ക്ലാസ്സസിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന തിയറിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു? വെബർ, മാർക്സ്, ഡർക്കീം. ഇവരെ 3 പേരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇവരാണ് ഒരു എക്കണോമിക് സോഷ്യോളജിയുടെ ഒരു ഫൗണ്ടേഷൻസ് കൊടുത്തെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുന്നുണ്ട്. കാൾ മാർക്സ് മീൻസ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞതും, വെബർ സോഷ്യൽ ആക്ഷനെ പറ്റി പറഞ്ഞതും, അതുപോലെ തന്നെ ഡർക്കീം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറി എക്കണോമിക് സോഷ്യോളജിയിൽ കൊണ്ടുവന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോർജ് സിമ്മൽ. അതുപോലെ ഒരു വെൽ നോൺ സോഷ്യോളജിസ്റ്റ് ആണ്, ഒരു സ്കോളർ ആണ് ജോർജ് സിമ്മൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ് ഇക്കണോമിക് സോഷ്യോളജിയിലേക്ക് അദ്ദേഹം എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് എന്തുകൊണ്ട് നമ്മൾ എക്കണോമിക് സോഷ്യോളജി പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ജോർജ് സിമ്മലിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 1858 to 1918 ആണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കായ ഫിലോസഫി ഓഫ് മണി 1900 ഫിലോസഫി ഓഫ് മണി എന്ന് പറഞ്ഞ വർക്ക്, അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ എക്കണോമിക് സോഷ്യോളജിയുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫിലോസഫി ഓഫ് മണിയിൽ അയാള് മണീനെ പറ്റിയിട്ട് എങ്ങനെ ഒരു മണി ഇവോൾവ് ആയി, അതിന്റെ ഒരു സോഷ്യൽ റെലവൻസ്, ആൾക്കാരിൽ അത് എങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ചെലുത്തുന്നു എന്നുള്ളൊക്കെ കാര്യം. അപ്പൊ മണി എന്ന് പറയുന്നത് പൈസ, അല്ലെങ്കിൽ ഒരു മണി എന്ന് പറയുന്നത് ഒരു എക്കണോമിക് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എക്കണോമിക് ട്രാൻസാക്ഷൻ നടക്കുള്ളൂ. ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മോഡേൺ സൊസൈറ്റി തന്നെ ഫുൾഫിൽ ഒരു ഫങ്ഷനിങ് പ്രോപ്പർ ആവുള്ളൂ. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് ആര് പറയുന്നത്? ജോർജ് സിമ്മൽ പറയുന്നത്. അപ്പോൾ സിമ്മൽ അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയാണ്, മണി ആസ് വൺ ഓഫ് ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കണ്ടംപററി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ഈ ഒരു സമകാലിക ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കണ്ടംപററി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് മണി എന്ന് അദ്ദേഹം പറയുന്നത്. അത് ആൾക്കാരുടെ റിലേഷനിൽ, അതായത് മോഡേൺ സൊസൈറ്റിയിൽ ആൾക്കാർ തമ്മിലുള്ള റിലേഷനിൽ വളരെ വലിയൊരു റോളാണ് മണി ചെലുത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ്, നമുക്ക് മണീന്റെ ഒറിജിൻസും അല്ലെങ്കിൽ അതിന്റെ ഒരു വന്നിരുന്ന ഒരു ഒറിജിനും അതിന്റെ കോൺസിക്വൻസസും ഒക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മോഡേൺ സൊസൈറ്റിനെ മനസ്സിലാക്കണം എന്നാണ് ആര് പറയുന്നത്? ജോർജ് സിമ്മൽ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? മണിക്ക് സോഷ്യൽ കോൺസിക്വൻസസ് ഉണ്ട്. അതായത് ഒരു മണി എക്കണോമി ഡെവലപ്പ് ചെയ്ത് വന്ന ആ ഒരു സാഹചര്യത്തിൽ അത് സമൂഹത്തിൽ വളരെയധികം ഒരു എഫക്ട് കൊണ്ടുവന്നെന്നാണ് ആര് പറഞ്ഞത്? അതിൽ ജോർജ് സിമ്മൽ പറയുന്നത്. അതിൽ മെയിൻ എഫക്റ്റുകളായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഡീപേഴ്സണലൈസേഷനും റാഷണലൈസേഷൻസ് ഓഫ് സോഷ്യൽ റിലേഷൻസ് ആൻഡ് ലൈഫ് പാത്സ്. അതായത് ലോജിക്കലായിട്ട് ആൾക്കാർ അവരുടെ സോഷ്യൽ റിലേഷൻസിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അതായത് റാഷണൽ സോഷ്യൽ റിലേഷൻസ് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഡീപേഴ്സണലൈസേഷൻ, ഒരുപാട് പേഴ്സണലി നിലകൊള്ളാതെ ഒരു ഡീപേഴ്സണലൈസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഡീപേഴ്സണലൈസേഷൻ ആണ് അദ്ദേഹം മണി എക്കണോമിയുടെ കോൺസിക്വൻസസ് ആയിട്ട് ജോർജ് സിമ്മൽ കാണുന്നത്. അപ്പൊ സിമ്മലിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു എക്കണോമിക് സിസ്റ്റത്തിന്റെ മെയിൻ സംഭവം എന്താണ്? പ്രൈവറ്റ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. അതായത് ഒരാൾ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അയാളെ ഏറ്റവും അധികം ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ മാക്സിമം അക്യുമുലേറ്റ് ചെയ്യുക. എന്തോരം ഇപ്പം അത് മണി ആവാം, അല്ലെങ്കിൽ ലാൻഡ് ആവാം, ലേബർ ആവാം, അല്ലെങ്കിൽ മെഷീൻസ് ആവാം, അങ്ങനെയുള്ള പല ക്യാപിറ്റൽസിന്റെയും അക്യുമുലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു എക്കണോമിക് സിസ്റ്റത്തിൽ സംഭവിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? ജോർജ് സിമ്മൽ പറയുന്നത്. അപ്പോ ഈ ഒരു അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ നടക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? മണി ഉണ്ടായിരിക്കണം എന്നാണ് ആര് ചൂണ്ടിക്കാട്ടുന്നത്? ജോർജ് സിമ്മൽ ചൂണ്ടിക്കാട്ടുന്നത്. This in turn required that money be used in a more widespread way as an instrument of exchange, leading to a widening of the circle of actors involved in the money economy. അപ്പൊ മണി എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് എന്തായി? ഒരു എക്സ്ചേഞ്ചിന്റെ, അതായത് ഇപ്പൊ ഒരു എക്സ്ചേഞ്ച്, ഒരു സാധനം കൊടുത്തൊരു സാധനം വാങ്ങുക, ഒരു മീൻസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ ഒരു ടൂളായി മാറി എന്ത്? മണി എന്ന് പറഞ്ഞൊരു സംഭവം അതിന്റെ ഒരു ടൂളായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഒരു സൊസൈറ്റിയിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ അതിനൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടാണ് ജോർജ് സിമ്മൽ എന്തിനെ കാണുന്നത്? മണീനെ കാണുന്നത്. അതുപോലെ തന്നെ
non-economic condition had to be present. A growing trust in the capacity of money to be converted at any time into concrete goods. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞു എക്കണോമിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ മണി വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു നോൺ എക്കണോമിക് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാൻ 10 രൂപ തന്ന് ഒരു കടക്കാരൻ എനിക്ക് 10 രൂപയ്ക്കുള്ള സാധനം തരികയാണ്. അപ്പൊ ഈ 10 രൂപന്റെ വാല്യൂ അദ്ദേഹം മനസ്സിലാക്കുമ്പോഴത്തേക്കും 10 രൂപയ്ക്ക് 10 രൂപന്റെ വാല്യൂ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കണമല്ലോ. അപ്പൊ അവിടെ ഒരു എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഒരു മണിക്ക് എന്തുണ്ട്, ട്രസ്റ്റ് ഉണ്ടാവുകയാണ്. ഇത് കൊടുത്താൽ ഇത് കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റ്. അപ്പൊ നോൺ എക്കണോമിക് കണ്ടീഷനായ ഒരു ഗ്രോയിങ് ട്രസ്റ്റ് എന്തുണ്ടായി, മണി ഉണ്ടാക്കി. അല്ലെങ്കിൽ മണി എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ച് സിസ്റ്റത്തിന് ഒരു ട്രസ്റ്റ്, ആൾക്കാരത് ട്രസ്റ്റ് ചെയ്യുകയും എപ്പോ കൊടുത്താലും അതൊരു കോൺക്രീറ്റ് ഗുഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആരും അന്നത്തെ കാലത്ത് മണി എക്കണോമിയിലൂടെ ആൾക്കാർ മനസ്സിലാക്കി എന്നാണ് ആര് പറയുന്നത്, ജോർജ് സിമ്മൽ പറയുന്നത്. The accumulation of capital thus presupposed an accumulation in trust, and this cultural condition was in turn supported by institutional factors. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്തപ്പോ എന്തുണ്ടായി, ട്രസ്റ്റും അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോ ഒരു സമയത്ത് ഇപ്പൊ എനിക്ക് പൈസ ഉള്ള സമയത്ത് ഞാൻ എന്റെ മാക്സിമം ആയിട്ട് ഞാൻ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്ക് എനിക്കിത് കൺവേർട്ട് ചെയ്ത് വേറൊരു സാധനമാക്കി മാറ്റാൻ സാധിക്കും. എന്തിലൂടെ, മണി എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് സിസ്റ്റത്തിലൂടെ. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ എന്തുണ്ടാവുന്നു, അക്യുമുലേഷൻ ഓഫ് ട്രസ്റ്റുമാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, ജോർജ് സിമ്മൽ പറയുന്നത്. ഇതിലൂടെ എന്തുണ്ടാവുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സിനെ മണി സപ്പോർട്ട് ചെയ്യാണ്. എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടർ, ലെജിറ്റിമൈസേഷൻ ആൻഡ് എഫിക്കസി ഓഫ് പൊളിറ്റിക്കൽ പവർ ആൻഡ് ദ ഗ്യാരണ്ടീസ് പ്രൊവൈഡഡ് ബൈ ദ ലീഗൽ ഓർഡർ. അതായത് ഈ പൈസ കൊണ്ട് പൊളിറ്റിക്കൽ പവറിനെ എന്തുണ്ടാവുന്നു, ലെജിറ്റിമൈസ് ചെയ്യാണ്, അതിൽ നല്ലൊരു എഫിഷ്യൻസി കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ലീഗൽ ഓർഡറിലും എന്തുണ്ടാവുന്നു, ഗ്യാരണ്ടീസ്, അല്ലെങ്കിൽ ഒരു ലീഗൽ സിസ്റ്റത്തിലും ഗ്യാരണ്ടീസ് ഉണ്ടാവുകയാണ്. എന്തിലൂടെ, മണി എന്ന് പറഞ്ഞ മണി എക്കണോമി അല്ലെങ്കിൽ മണി എന്ന് പറഞ്ഞ സിസ്റ്റത്തിലൂടെ ഉണ്ടാവുകയാണെന്ന് ആര് പറയുകയാണ്, ജോർജ് സിമ്മൽ പറയുകയാണ്. ഇതിലൂടെ എന്തുണ്ടായി, മണി ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി മാറി എന്നാണ് ആര് പറയുന്നത്. മോഡേൺ സൊസൈറ്റിയിലാണ് മണിയുടെ ഒറിജിൻ എന്ന് നമ്മൾ ജോർജ് സിമ്മർ പറയുമ്പോഴും മണി ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി മാറി. ഈ ഒരു ട്രസ്റ്റിലൂടെ അല്ലെങ്കിൽ ഒരു അക്യുമുലേഷനിലൂടെ എന്തായി, ഒരു മണി ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി മാറി എന്നാണ് ആര് പറയുന്നത്, ജോർജ് സിമ്മൽ പറയുന്നത്. He also underlined that the money economy was a powerful factor in the dissolution of the natural economy based on production of self-consumption. അതായത് നേരത്തെ നിന്നിരുന്ന ഒരു നാച്ചുറൽ എക്കണോമിയുടെ അതായത് സെൽഫ് കൺസംഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ എക്കണോമിയുടെ ഒരു തകർച്ചയാണ് മണി എക്കണോമി വന്നപ്പോ എന്നുള്ളതാണ് ആര് ചൂണ്ടിക്കാട്ടുന്നത്, സിമ്മൽ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടത് ഞാൻ എന്റെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ മണി എക്കണോമി വന്നപ്പോഴത്തേക്കും വേണ്ട, ആ ഒരു എക്കണോമിന്റെ ആവശ്യമില്ല, ആ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് പൈസ കൊടുത്താൽ ഇനി ഇന്ന സാധനം കിട്ടും. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് നാച്ചുറൽ എക്കണോമിയുടെ ഒരു തകർച്ച അല്ലെങ്കിൽ അത് മാറി ഒരു മണി എക്കണോമി വന്നെന്നാണ് ആര് പറയുന്നത്, ജോർജ് സിമ്മൽ പറയുന്നത്. അതുകൊണ്ട് ഇത് എന്തിനെ പ്രൊമോട്ട് ചെയ്തു, സെൻട്രലൈസ്ഡ് സ്റ്റേറ്റിന്റെ ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് എന്തിനെ ക്യാരി ഔട്ട്, ഈ സ്റ്റേറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ മണീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നത്തെ സമയം എടുത്ത് നോക്കിയാൽ RBI ആണ് മണി പ്രിന്റ് ചെയ്യുന്നതും സൊസൈറ്റിയിലേക്ക് ഇറക്കുന്നതും. അത് കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ മണി എക്കണോമി വന്നപ്പോഴത്തേക്കും സ്റ്റേറ്റ് ഫോം ചെയ്തു. അതിലൂടെ സ്റ്റേറ്റ് എന്തിനെ കൺട്രോൾ ചെയ്തു, ഈ മണിന്റെ ഫോർമേഷനിലേക്കും അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആര് ഇൻഫ്ലുവൻസ് ചെയ്തു, ഈ മണി എക്കണോമിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതുപോലെ തന്നെ മോഡേൺ സ്റ്റേറ്റ് could thus also grow through the developing of taxation which allowed the bureaucracy and military to be maintained subject to a central power. അതുപോലെ തന്നെ ഈ മോഡേൺ സ്റ്റേറ്റ് എന്തായി, ഈ മണിയിലൂടെ ടാക്സേഷൻ ഡെവലപ്പ് ചെയ്തു, ഇത് ബ്യൂറോക്രസീനെ ഡെവലപ്പ് ചെയ്തു, അതുപോലെ തന്നെ മിലിറ്ററിനെ മെയിൻറ്റെയിൻ ചെയ്തു. മൊത്തത്തിലൊരു നല്ലൊരു സ്റ്റേറ്റ് തന്നെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം സ്റ്റേറ്റിലുള്ള ബാക്കിയുള്ള ഓർഗൻസിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ എന്ത് സഹായിച്ചു, മണി എക്കണോമി സഹായിച്ചു എന്നാണ് ആര് പറയുന്നത്, ജോർജ് സിമ്മൽ പറയുന്നത്. Simmel's prevailing interest was to examine the consequences of the money economy for social relations and ways of life. അതുപോലെ തന്നെ സിമ്മലിന്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്തായിരുന്നു, മണി എക്കണോമി എങ്ങനെയാണ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു എഫക്ട് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് സോഷ്യൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടാണ് ആര് പഠിക്കാൻ ശ്രമിച്ചത്, ജോർജ് സിമ്മൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയാണ് എന്ത്, മണി ഇൻഡിവിജ്വൽ ലിബർട്ടീനെ കൂട്ടി. അതായത് ബിക്കോസ് ഇറ്റ് മെയ്ഡ് ദ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ ദ സ്ഫിയേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രൊഡക്ഷൻ ഇന്റർചേഞ്ചബിൾ. അതായത് നമുക്ക് ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, മുഖം നോക്കി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പൈസ കൊടുത്ത അയാൾ എനിക്ക് ആ സാധനം തരണം.
അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ് മണി എക്കണോമി കാരണം ആൾക്കാരിൽ ഉണ്ടായത്. ഇത് എന്തിനെ സോഷ്യൽ റിലേഷൻഷിപ്പിനെയൊക്കെ ഒരു വ്യത്യസ്ത ഒരു തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് സഹായിച്ചു? മണി എക്കണോമി സഹായിച്ചു എന്നാണ് ജോർജ് സിമ്പൽ പറയുന്നത്. In production, it was possible to choose among various suppliers, which depersonalized relations between buyers and sellers and made both more independent. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മണി എക്കണോമിയുടെ ഒരു കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഡീപേഴ്സണലൈസേഷനും റാഷണലൈസേഷനും ആണെന്ന് പറഞ്ഞു. അപ്പോ പ്രൊഡക്ഷനിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് സാധനം റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോ ഞാൻ ഇപ്പം പൈസ ഇല്ലാത്തൊരു മണി എക്കണോമി അല്ല, ഒരു ബാർട്ടർ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ കയ്യിലുള്ള സാധനം, എനിക്ക് വേണ്ട ഒരു സാധനം ഇന്ന ആളുടെ കയ്യിലേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ലേ? ഇപ്പം അതൊരു നോർമൽ അല്ലെങ്കിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരും. പക്ഷെ മണി എക്കണോമിയുടെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. പൈസ കൊടുത്താൽ ആ സാധനം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡീപേഴ്സണലൈസ്ഡ് സിറ്റുവേഷൻ ആയി മാറിയത് മണി എക്കണോമിയിലൂടെ. അതുപോലെ തന്നെ നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടായി. ഏത് എക്കണോമിക് പാർട്ട്നേഴ്സിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും ഏത് ഒബ്ജക്റ്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടായി മണി എക്കണോമിയിലൂടെ. നേരത്തെ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ എന്തായിരുന്നു? ഒരു ട്രഡീഷണൽ ഫോംസ് ഓഫ് കൺസംഷൻ, ഒരു ഫിക്സിറ്റി ആയിരുന്നു. ഇപ്പം നമുക്ക് ഇതേ അവൈലബിലിറ്റി ഉള്ള ഇതേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഫിക്സിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? നേരെ തിരിച്ചാണ്. നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ്, എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മണിയുണ്ട്, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് എന്തുണ്ടായി? മണി എക്കണോമിയിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചു. ഇത് ഏതൊക്കെ സ്ഫിയറിലാണ്? പ്രൊഡക്ഷന്റെ സ്ഫിയറിലും അതുപോലെ തന്നെ ഡിപെൻഡൻസ് ഓഫ് ദ സെർഫ് ഓൺ ഹിസ് ലോർഡ്, അപ്രന്റിസ് ഓൺ ഹിസ് മാസ്റ്റർ, മിഡീവൽ ഗിവ്, ഇങ്ങനെ പല സ്ഫിയേഴ്സിലായിട്ടാണ് ഇതിന്റെ ഒരു എഫക്ട് ഇതിന്റെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഡീപേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്പ് എന്തിന്റെ റിസൾട്ടാണ്? മണി ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതിന്റെ റിസൾട്ടാണ് എന്ത്? ഇങ്ങനെയുള്ള ഡീപേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചതെന്നാണ് ആര് പറയുന്നത്? ജോർജ് സിമ്പൽ പറയുന്നത്. സോ ജോർജ് സിമ്പൽ ബേസിക്കലി പറയുന്നത് എന്താണ്? മണി ആസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, മണിന്റെ കോൺസിക്വൻസസ് എന്താണ്? മെയിൻലി ഡീപേഴ്സണലൈസേഷനും റാഷണലൈസേഷനും. ഇതൊക്കെയാണ് മണി എക്കണോമി ഉണ്ടാക്കിയെന്നാണ് ആര് പറയുന്നത്? ജോർജ് സിമ്പൽ പറയുന്നത്. അപ്പൊ അടുത്തൊരു മെയിൻ തിയറിസ്റ്റ് ആണ് എക്കണോമിക് സോഷ്യോളജിയിൽ ഒരു മെയിൻ പ്രൊപ്പോണർ ആണ് ആര്? തോർസ്റ്റെയിൻ വെബ്ലൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും 1857 to 1929 ആണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. വെബ്ലനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എക്കണോമിക്സിൽ. വെബ്ലൻ ഗുഡ്സിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗുഡ്സ് വാങ്ങൂലേ, അതായത് അതിന്റെ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, പക്ഷെ നമ്മൾ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗുഡ്സ് വാങ്ങുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് തോർസ്റ്റെയിൻ വെബ്ലനെ കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സോ വെബ്ലന്റെ ബേസിക്കലി എന്താണ്? ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ആണ്. എവല്യൂഷണറി പെർസ്പെക്റ്റീവിലൂടെയാണ് അദ്ദേഹം എക്കണോമിക് സോഷ്യോളജിയുടെ അതിന്റെ ഒരു ബേസിസിനെ അയാൾ പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഇദ്ദേഹം ഒരു നോൺ ഇൻഡിവിജ്വലിസ്റ്റിക് തിയറി ഓഫ് എക്കണോമിക് ആക്ഷൻ ആണ് ഉണ്ടാക്കാൻ അങ്ങനെ ഒരു നോൺ ഇൻഡിവിജ്വലിസ്റ്റിക് തിയറിയാണ് അദ്ദേഹം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ഹിസ്റ്റോറിക്കൽ എംപിറിക്കൽ റിസർച്ചസിന്റെ പ്രോബ്ലം ആയിരുന്നു. അത് എക്കണോമിക്സ് അധികം ഡീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സോഷ്യൽ എഫക്ട്സ് ഓഫ് ലിബറൽ മാർക്കറ്റ് ബേസ്ഡ് ക്യാപിറ്റലിസം, അതായത് ഈ ലിബറൽ മാർക്കറ്റ് ബേസ്ഡ് ക്യാപിറ്റലിസത്തിന്റെ സോഷ്യൽ എഫക്ട് എന്താണ്, അതിൽ ഇങ്ങനെയൊരു ക്യാപിറ്റലിസം എന്താണ് സമൂഹത്തിലേക്ക് ചെലുത്തുന്ന ഒരു എഫക്ട്, ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ആര് നോക്കിയത്? വെബ്ലൻ നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ ബേസിക്കലി 3 ക്രിട്ടിക്കുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ 3 പ്രോബ്ലം ഏരിയാസ് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? വെബ്ലൻ പറയുന്നത്. അതിൽ ഒന്നാമത്തൊന്നാണ് there was an individualistic conception of human nature embodied in the theory of economic action. അതായത് ഇക്കണോമിക് ആക്ഷൻ പറയുമ്പോൾ എപ്പോഴും ഏതൊരു തിയറിസ്റ്റും, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ക്ലാസിക്കലും അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ തിയറിസ്റ്റുകളൊക്കെ പറഞ്ഞത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കോൺസെപ്ഷന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് കോൺസെപ്ഷൻ ഓഫ് ഹ്യൂമൻ നേച്ചറിന്റെ ബേസിസിലാണ് എക്കണോമിക് ആക്ഷനെ പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോബ്ലം ഏരിയ അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്? ഈ ഒരു ട്രഡീഷണൽ എക്കണോമിക് അനാലിസിസിന്റെ ബേസിക് ആയിട്ടുള്ളത് ഒരു സ്റ്റാറ്റിക് നേച്ചർ ആയിരുന്നു. അതുപോലെ തന്നെ അവർ ഇക്വിലിബ്രിയത്തിലാണ് ഫോക്കസ് ചെയ്തത്, മറിച്ച് ചേഞ്ചിലല്ല. ഇപ്പം ഡിമാൻഡ് സപ്ലൈയും പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇക്വിലിബ്രിയം പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസിക്കലായിട്ടും യൂട്ടിലിറ്റേറിയൻ എക്കണോമിസ്റ്റുകളൊക്കെ അവർ ഫോക്കസ് ചെയ്തത് എന്താണ്? ഒരു സ്റ്റാറ്റിക് ട്രഡീഷണൽ എക്കണോമിക് അനാലിസിസ് ആണ്. ഇക്വിലിബ്രിയത്തിനെ ബേസ് ചെയ്തിട്ടാണ്, മറിച്ച് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടല്ല അവരുടെ ഫോക്കസ് ഏരിയ. ഇതും ഒരു പ്രോബ്ലം ആയിട്ട് ആര് കണ്ടു? വെബ്ലൻ കണ്ടു. മൂന്നാമത്തെന്ന് പറയുന്നത് ലിങ്ക് ബിറ്റ്വീൻ ദ പെർസ്യൂട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് കളക്റ്റീവ് വെൽബീയിങ് were guided by values and norms which they absorbed from the society in which they live. എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും കളക്റ്റീവ് വെൽബീയിങ്ങും തമ്മിൽ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്?
അത് എന്തിലൂടെയാണ് ഗൈഡ് ചെയ്യുന്നത്? വാല്യൂസ് ആൻഡ് നോംസ്. ഇത് എന്തിലൂടെയാണ് നമുക്ക് അബ്സോർബ് ചെയ്യുന്നത്? സൊസൈറ്റിയിലുള്ള വാല്യൂസ് ആൻഡ് നോംസിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മളെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും കളക്റ്റീവ് വെൽബീങ് തമ്മിലുള്ള ലിങ്ക്. ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടും പഠിച്ചിട്ടില്ല. ഇതിനെയൊക്കെ പറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിച്ചത്? തോർസ്റ്റീൻ വെബ്ലൻ ശ്രമിച്ചത്. ഇതാണ് അദ്ദേഹത്തിന്റെ 3 ഫോക്കസ് ഏരിയ, അല്ലെങ്കിൽ 3 പ്രോബ്ലം ആയിട്ട് അദ്ദേഹം കാണുന്നത് ഈ 3 ഇഷ്യൂസിനെയാണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ട്രഡീഷണൽ അപ്രോച്ച്, അതായത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ കൊണ്ടുവന്നത് എന്താണ്? ഒരു ഇക്വിലിബ്രിയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് എപ്പോഴും എങ്ങനെയാണ് ഇക്കണോമി സ്റ്റെബിലൈസ് ചെയ്യേണ്ടത്, അതൊരു ഫിസിക്കൽ സയൻസിനെ അല്ലെങ്കിൽ മെക്കാനിക്കൽ, അതായത് ഇപ്പൊ ബയോളജിക്കൽ സയൻസസ് അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എപ്പോഴും സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ടാണല്ലോ ചിന്തിക്കുന്നത്. ഫിസിക്സിൽ എങ്ങനെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ മെക്കാനിക്സിൽ എങ്ങനെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണം. ഈ ഒരു സാധനത്തിന് കടമെടുക്കുകയാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ചെയ്ത് സമൂഹത്തിൽ ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരണം എന്നാണ് ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചിലൂടെ ആൾക്കാർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളൊക്കെ ശ്രമിച്ചതെന്നാണ് ആര് പറയുന്നത്? വെബ്ലൻ പറയുന്നത്. വെബ്ലൻ ഈ ഒരു പ്രോസസ്സിൽ ബിലീവ് ചെയ്തതേ ഇരുന്നില്ല. അതായത് ഒരു കൺവെർജൻസിൽ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബുക്കായ തിയറി ഓഫ് ലെഷർ ക്ലാസ്, അത് 1899 പബ്ലിഷ് ചെയ്തത്. ഇയാള് ഇതിൽ എന്താണ് പറയുന്നത്? ഈ ഒരു നമ്മളെ കൺസംഷൻ പ്രാക്ടീസസ്, അതായത് ഇക്കണോമിയിലുള്ള നമ്മളെ ആൾക്കാരുടെ കൺസംഷൻ പ്രാക്ടീസസിന് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? കൾച്ചറൽ ആസ്പെക്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരുടെയും കൺസംഷൻ പ്രാക്ടീസസ് ഉള്ളതെന്നാണ് ആര് പറയുന്നത്? വെബ്ലൻ പറയുന്നത്. The desire to increase consumption of material goods, according to him, did not itself provide a sufficient incentive for people to engage in economic activity. അതായത് ഒരു മെറ്റീരിയൽ ഗുഡ്സിന്റെ ഒരു മെറ്റീരിയൽ ഗുഡ് വാങ്ങാനുള്ള ഒരു ഡിസയർ, അതിന്റെ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻക്രീസ് മാത്രമായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മോഡേൺ സൊസൈറ്റിയിൽ ആൾക്കാർ ഓരോന്നിനെയും കൺസംഷൻ നടത്തുന്നത് എന്തിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും? അവരുടെ കൾച്ചറൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. മറിച്ച് അതിന് യൂട്ടിലിറ്റി ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലെന്നാണ് ആര് പറയുന്നത്? വെബ്ലൻ പറയുന്നത്. അതായത് മോഡേൺ സൊസൈറ്റിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്പിക്യുവസ് കൺസംഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജോ അല്ലെങ്കിൽ നമ്മളുടെ ഓണറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗുഡ്സ് വാങ്ങൂലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കൺസംഷൻ ആണ് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? വെബ്ലൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അംബാനിയുടെ മകന്റെ വിവാഹത്തിന്റെ കാര്യം പറയാം. അപ്പൊ അവിടെ ആൾക്കാര് അറ്റൻഡ് ചെയ്യാൻ വരുന്ന മിക്ക ഗസ്റ്റുകളും അവരുടെ സ്റ്റാറ്റസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഹൈ എൻഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഇടാം, അല്ലെങ്കിൽ മാക്സിമം ഹൈ എൻഡ് ആയിട്ടുള്ള അതിപ്പോ ബാഗ് ആവാം, ഗുച്ചി, ലൂയി വിറ്റോൺ, അങ്ങനെ പല ബ്രാൻഡുകൾ അവർ ഷോക്കേസ് ചെയ്യും. ഇതൊക്കെ അവർക്ക് യൂസേജിന് അല്ലെങ്കിൽ യൂട്ടിലിറ്റിന്റെ ബേസ് ചെയ്തിട്ടില്ല, മറിച്ച് ആ ഒരു സൊസൈറ്റിയിൽ അവരുടെ ഒരു സോഷ്യൽ പ്രസ്റ്റീജും ഓണറും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരതൊക്കെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവരതൊക്കെ കൺസ്യൂം ചെയ്യുന്നത്, മറിച്ച് അതിന് യൂട്ടിലിറ്റി ഒന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൺസംഷൻ ആണ് നടക്കുന്നതെന്നാണ് വെബ്ലൻ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഒരു കൾച്ചറൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ്ലി ഓരോ ആൾക്കാരും കൺസംഷൻ നടത്തുന്നതെന്നാണ് ആര് പറയുന്നത്? തോസ്റ്റീൻ വെബ്ലൻ പറയുന്നത്. സോ അടുത്ത ആളെന്ന് പറയുന്നത് ടാൽക്കോട്ട് പാഴ്സൺ. ടാൽക്കോട്ട് പാഴ്സണെയും നീൽ ജെ സ്മെൽസറിനെയാണ് നമ്മൾ ഈ നോക്കുന്നത്. പാഴ്സൺ പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 1902 to 1979. അതുപോലെ തന്നെ സ്മെൽസറിന്റെ 1930. അദ്ദേഹം ഇതുവരെ മരിച്ചിട്ടില്ല. അപ്പോ ടാൽക്കോട്ട് പാഴ്സൺ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസ്കസ് ദ സയന്റിഫിക് സ്റ്റാറ്റസ് ഓഫ് ഇക്കണോമിക് അക്കോർഡിംഗ് ടു ദ ഫോർമുലേഷൻ ഓഫ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ലയണൽ റോബിൻസ്. അദ്ദേഹം എക്കണോമിക്സിന്റെ ഒരു സയന്റിഫിക് സ്റ്റാറ്റസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത്. അതിന്റെ ഒരു സയൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് സയന്റിഫിക് ഫൗണ്ടേഷൻ എന്തെന്നുള്ളതൊക്കെയാണ് ടാൽക്കോട്ട് പാഴ്സൺ നോക്കിയത്. ഇത് അദ്ദേഹം എവിടുന്നാണ്, അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലയണൽ റോബിൻസൺ എന്ന് പറഞ്ഞ ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റിന്റെ വാക്കുകളിൽ നിന്നായിരുന്നു ടാൽക്കോട്ട് പാഴ്സൺ ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പാഴ്സന്റെ മെയിൻ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, sociology, the analysis of the institution of economic life should be a complement to rather than a substitute for mainstream economy. അതായത് നമ്മളൊരു ഇക്കണോമിക് ലൈഫിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരിക്കലും മെയിൻ സ്ട്രീം എക്കണോമിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കരുത്, മറിച്ച് ഒരു കോംപ്ലിമെന്റിങ് ആയിരിക്കണം. നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞ പോലെ എക്കണോമിക്സും സോഷ്യോളജിയും ഒരു കോമ്പറ്റേറ്റീവ് റിലേഷൻ അല്ല, മറിച്ച് ഒരു കോപ്പറേഷൻ ആൻഡ് കോംപ്ലിമെന്ററി റിലേഷൻ ആണ്. അപ്പൊ ഇത് ഒന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്, മറിച്ച് ഒന്നിനെ കോംപ്ലിമെന്റ് ചെയ്ത് പോകണം എന്നാണ് ആര് പറയുന്നത്? പാഴ്സന്റെ മെയിൻ ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ പാഴ്സണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാണ്,
ക്ലാസിക് ഹൊബീസിയൻ പ്രോബ്ലം ഓഫ് സോഷ്യൽ ഓർഡർ. ഈ ഒരു പ്രോബ്ലം, അതായത് ഇതൊരു ഓർഡറിന്റെ പൊളിറ്റിക്സിനെയും എക്കണോമിക്സിനെയും സോഷ്യോളജിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ഓർഡറിന്റെ ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ് ക്ലാസിക് ഹൊബീസിയൻ പ്രോബ്ലം പറയുന്നത്. ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് ഷെയർഡ് വാല്യൂസ് അല്ലെങ്കിൽ കോമൺ ഗോൾസ് ആണ് അതിന്റെ ഒരു എക്സിസ്റ്റൻസ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് ആര് പറയുന്നുണ്ട്? പാഴ്സൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയാണെന്ത്, ഇക്കണോമിക് ലോസ് എന്ന് പറയുന്നത് നോർമേറ്റീവ് ആണ്. അത് ഒരു റാഷണൽ ആക്ഷന് അതിന്റെ ഒരു ക്രൈറ്റീരിയ ആണ് എക്കണോമിക് ലോസ് എന്ന് ആര് പറയുന്നു? പാഴ്സൺ പറയുന്നത്. ഇതിന്റെ എംപറിക്കൽ വാലിഡിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആക്ടേഴ്സ് എഫക്റ്റീവ്ലി ഈ ഒരു ക്രൈറ്റീരിയക്ക് അനുസരിച്ച് ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് ആര് പറയുന്നത്? പാഴ്സൺ പറയുന്നത്. പക്ഷെ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയാലിറ്റി, അൺലൈക്ലി ഇൻ റിയാലിറ്റിയിൽ ഇത് സംഭവിക്കാൻ സാധ്യത കുറവാണെന്നാണ് ആര് പറയുന്നത്? പാഴ്സൺസ് പറയുന്നത്. പക്ഷേ പാഴ്സൺ എന്താണ്, വെബ്ലൻ പറഞ്ഞു വെച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിനെ പറ്റി ഭയങ്കര ക്രിട്ടിസൈസിങ് ആയിരുന്നു. അദ്ദേഹം അതിൽ ഒരു ക്രിട്ടിക്കൽ ആയിരുന്നു. ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളതിനെ പറ്റിയിട്ട്, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ക്രിട്ടിക്കൽ ആയിരുന്നു ആര്? പാഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിന് 2 ഒബ്ജക്ഷൻ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്കും, his dissatisfaction concerned the alleged anti-theoretical nature of institutional economics in the name of generalized radical empirism. It denied the legitimacy of an analytical abstraction. അതായത് വെബ്ലൻ പറഞ്ഞത് എംപറിക്കൽ ബേസിസിലാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ഒരു റാഡിക്കൽ എംപറിസം എന്തിനെ ഡിനൈ ചെയ്യുന്നുണ്ട്? ഒരു അനലിറ്റിക്കൽ അബ്സ്ട്രാക്ഷനെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുകയാണെന്നാണ് ആര് പറയുന്നത്? പാഴ്സൺ പറയുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? Parsons objected to its emphasis on technology as the institution par excellence and its neglect of the cultural normative factors in the larger picture which transcend the economic perspective. അതായത് ടെക്നോളജീനെ അധികം എംഫസൈസ് ചെയ്തുകൊണ്ട് കൾച്ചറൽ നോർമേറ്റീവ് ഫാക്ടേഴ്സിനെ അതിനെ മാറ്റി നിർത്തുന്നത്, അതിനെ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും ഒരു ഒബ്ജക്ഷൻ ആയിട്ട് ആര് കാണുന്നു? ടാൽകോട്ട് പാഴ്സൺസ് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാഴ്സന്റെയും സ്മെൽസറിന്റെയും വർക്കായ എക്കണോമി ആൻഡ് സൊസൈറ്റിയിൽ ഇവർ സജസ്റ്റ് ചെയ്യാണ് ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ ജനറൽ തിയറി നമുക്ക് സോഷ്യോളജി എക്കണോമിക്സും മനസ്സിലാക്കുമ്പോഴത്തേക്കും സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ജനറൽ തിയറി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ആര് പറയുന്നത്? സ്മെൽസറും പാഴ്സണും അവരുടെ ബുക്കായ എക്കണോമി ആൻഡ് സൊസൈറ്റി വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1956 അവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിലൂടെ അവർ പറയുന്നത് എക്കണോമി ഇസ് എ സബ്സിസ്റ്റം വിച്ച് ഇന്റർചേഞ്ചസ് ദ അതർ 3 സിസ്റ്റം. അതായത് 3 സിസ്റ്റമായ പോളിറ്റി, ഇന്റഗ്രേറ്റീവ് സബ്സിസ്റ്റം, കൾച്ചറൽ മോട്ടിവേഷണൽ സബ്സിസ്റ്റം പോലെ ഒരു സബ്സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്? ഇക്കണോമി എന്ന് പറയുന്നത്. ഇത് 4ഉം കറക്റ്റ്ലി ഫങ്ഷൻ ചെയ്താലേ സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ആര് ചൂണ്ടിക്കാണിക്കുന്നത്? പാഴ്സണും സ്മെൽസറും ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ സ്മെൽസറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇക്കണോമിക് സോഷ്യോളജിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, വേരിയബിൾസ് ആൻഡ് എക്സ്പ്ലനേറ്ററി മോഡൽസ് ഓഫ് സോഷ്യോളജി ടു ദാറ്റ് കോംപ്ലക്സ് ഓഫ് ആക്ടിവിറ്റീസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ ഓഫ് സ്കേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് സോഷ്യോളജിനെ എന്തിലേക്ക് അപ്ലൈ ചെയ്യണം? ഇക്കണോമിക്സിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അവിടുത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ എന്തിന്റെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കണം? സോഷ്യോളജിക്കൽ ബേസിസിൽ മനസ്സിലാക്കണം എന്നാണ്. ഇതിനെയാണ് അദ്ദേഹം എന്തെന്ന് വിളിക്കുന്നത്? ഇക്കണോമിക് സോഷ്യോളജി എന്ന് അദ്ദേഹം വിളിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ ഏതൊരു ഇപ്പം എന്തിനെങ്കിലും ആൻസേഴ്സ് എഴുതുകയാണെങ്കിൽ ആദ്യം നമ്മൾ കോൺസെപ്റ്റിനെ, അല്ലെങ്കിൽ ഇപ്പോൾ എക്കണോമിക് സോഷ്യോളജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എക്കണോമിക് സോഷ്യോളജിയിൽ ഏതെങ്കിലും ഒരു തിയറിസ്റ്റിന്റെ ഡെഫിനിഷൻ കോട്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും നമ്മൾ ആൻസറിന് കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ടായിരിക്കും. അതിപ്പം അവരെ ബുക്സ് കോട്ട് ചെയ്യാം, ഡെഫിനിഷൻസ് കോട്ട് ചെയ്യാം, ഇതൊക്കെ കോട്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ടായിരിക്കും നമ്മളെ ആൻസേഴ്സിന്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയാണ് എക്കണോമിക്സ് ആസ് സോഷ്യോളജിസ്റ്റ് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഒന്ന് മൈക്രോസ്കോപ്പിക്കും ഒന്ന് മാക്രോസ്കോപ്പിക്കും. മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് കൺസേൺ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസ് റോൾസും കളക്ടിവിറ്റീസ് ആയിട്ട് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത്, ഏത് നോംസും സാങ്ഷൻസിനെയാണ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ആക്ടിവിറ്റീസിനെ കൺസേൺ ചെയ്തിരിക്കുന്നതാണ് അടുത്ത മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് ആര് നോക്കേണ്ടത്? എക്കണോമിക് സോഷ്യോളജിസ്റ്റ് ചോദിക്കേണ്ട 2 ചോദ്യങ്ങളായിട്ടുള്ള ഒന്നായിട്ട് സ്മെൽസർ പറയുന്നത്. അതായത് എക്കണോമിക് ഓർഗനൈസേഷനായ ഫേമില് സ്മെൽസർ പറയാണ് സ്റ്റാറ്റസ് സിസ്റ്റം ഉണ്ട്, പവർ, അതോറിറ്റി റിലേഷൻസ്, ഡീവിയൻസ്, ക്ലീക്സ്, കൊലീഷൻ ആസ് ദീസ് അഫക്ട് എക്കണോമിക് ആക്ടിവിറ്റീസും. ഇങ്ങനെയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഒരു ഫേമിനെ അഫക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള പഠിക്കുന്നതാണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണം ആദ്യമായിട്ട് എക്കണോമിക് സോഷ്യോളജിസ്റ്റ് ചോദിക്കാൻ.
രണ്ടാമത്തെ പറയുമ്പോൾ മാക്രോസ്കോപ്പിക്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടിരിക്കും? റിലേഷൻസ് ബിറ്റ്വീൻ വേരിയബിൾസ് ആസ് ദെ മാനിഫെസ്റ്റ് ദംസെൽസ് ഇൻ ഇക്കണോമിക് കോണ്ടെക്സ്റ്റ് ആൻഡ് സോഷ്യോളജിക്കൽ വേരിയബിൾസ് ആസ് ദെ മാനിഫെസ്റ്റ് ദംസെൽസ് ഇൻ നോൺ എക്കണോമിക് കോണ്ടെക്സ്റ്റ്. അതായത് രണ്ട് വേരിയബിൾസിന് നോക്കുക, സോഷ്യോളജിക്കൽ വേരിയബിൾസിനെയും ലൈക് എന്ത് വേരിയബിൾസിനെയും, സോഷ്യോളജിക്കൽ വേരിയബിൾസിനെയും എക്കണോമിക് കോണ്ടെക്സ്റ്റിലുള്ള സോഷ്യോളജിക്കൽ വേരിയബിൾസ്, അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ വേരിയബിൾസ് ഏത് കോണ്ടെക്സ്റ്റിലുള്ള, നോൺ എക്കണോമിക് കോണ്ടെക്സ്റ്റിലുള്ള, ഈ ഇതിന്റെ രണ്ടിന്റെ റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ what sorts of a political conflict are generated by the economic arrangement in different society and what kind of class system emerge in different kinds of economic system. അതായത് ഓരോ സൊസൈറ്റിയിലും ഓരോ ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിലാണല്ലോ, അതായത് ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം അല്ല, മറിച്ച് ആഫ്രിക്കയിലുള്ളത്. അപ്പൊ ഓരോ ഓർഗനൈസേഷനിലും ഓരോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഏത് തരത്തിലുള്ള എക്കണോമിക് അറേഞ്ച്മെന്റ്സിലാണ് റിസൾട്ട് ചെയ്യുന്നത്, ഇതിലൂടെ ഏത് തരത്തിലുള്ള സോഷ്യൽ ക്ലാസസ് ഒക്കെയാണ് എമർജ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ രണ്ട് വേരിയബിൾ, സോഷ്യോളജിക്കൽ വേരിയബിൾ എക്കണോമിക് കോണ്ടെക്സ്റ്റിലും സോഷ്യോളജിക്കൽ വേരിയബിൾസ് നോൺ എക്കണോമിക് കോണ്ടെക്സ്റ്റിലും ഇതിന്റെ റിലേഷനെ പറ്റിയിട്ടാണ് ചോദിക്കേണ്ടതെന്നാണ് ആര് പറയുന്നത്? സ്മെൽസർ പറയുന്നത്. അപ്പൊ ബേസിക്കലി നമ്മളിപ്പം ആരൊക്കെയാണ് നോക്കിയത്? കാൾ മാർക്സ്, മാക്സ് വെബർ, എമാൽ ഡർക്കീം, വെബ്ലൻ, സ്മെൽസർ, കാൽക്കോട്ട് പാഴ്സൺസ്, പിന്നെ ജോർജ് സിമർ. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കി. ഇവരെങ്ങനെയാണ് എക്കണോമിക് സോഷ്യോളജിയുടെ ഒരു ഫൗണ്ടേഷൻസ് ലേ ചെയ്യുന്നത്, ഇവരെന്തൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ബേസിക്കലി നോക്കിയത്. സോ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഇഷ്യൂസ് ആൻഡ് കോൺട്രഡിക്ഷൻസ്. എക്കണോമിക് ഡെവലപ്മെന്റ് ഇഷ്യൂസും കോൺട്രഡിക്ഷൻസും. എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ്? നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. എക്കണോമിയുടെ ഡെവലപ്മെന്റ്, ഇപ്പം ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP, GNP ഇതിന്റെയൊക്കെ ബേസിസിലാണ്, പെർ ക്യാപിറ്റ ഇൻകം, ഇങ്ങനെ ഇതിന്റെയൊക്കെയുള്ള ബേസിസിലാണ് എക്കണോമിക് ഡെവലപ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇഷ്യൂസും കോൺട്രഡിക്ഷൻസും ആണ് നോക്കുന്നത്. ഇതിൽ നമുക്ക് കുറെ അധികം തിയറീസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ബേസിക്കലി സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഡിപെൻഡൻസി തിയറി, മോഡേണൈസേഷൻ തിയറി, ഇങ്ങനെ കുറെ അധികം തിയറീസ് ഉണ്ട് ഈ എക്കണോമിക് ഡെവലപ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. So modernization theory emerged in Western world, started its domination over the academic and policy circles from 1950s onwards. അതായത് മോഡേണൈസേഷൻ തിയറിന്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കൺട്രീസിലാണ് ഇതിന്റെ എമർജൻസ്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഡോമിനേഷൻ വരുന്നത് 1950s ഓൺവേർഡ്സ് ആണ്. ഇതിന്റെ മെയിൻ ഡോമിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മോഡേണൈസേഷൻ തിയറിയുടെ മെയിൻ ടെനൻസ് അല്ലെങ്കിൽ മെയിൻ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊസൈറ്റി, ഏതെങ്കിലും സൊസൈറ്റികൾ എന്ത് ചെയ്യും? മൂവ്മെന്റ് ഉണ്ടാവും. അതായത് അത് ട്രഡീഷണൽ നിന്നും ഇൻഡസ്ട്രിയലിലേക്ക്, അതായത് ഡെവലപ്ഡ് സ്പേസിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ത് ഇതിനു തിയറി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൂടെ എന്ത് സംഭവിക്കും? ഹൈ റേറ്റ്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും, ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇതിനൊക്കെ എന്തിനെ എമുലേറ്റ് ചെയ്യും? വെസ്റ്റേൺ പോളിസീസിനെ എമുലേറ്റ് ചെയ്യും എന്നാണ് മോഡേണൈസേഷൻ തിയറിയിലൂടെ പറയുന്നത്. സോ മോഡേണൈസേഷൻ തിയറി, വോൾട്ട് വിറ്റ്മാൻ റോസ്റ്റോയുടെ മോഡേണൈസേഷൻ തിയറി ഉണ്ട്. അദ്ദേഹം ഡിഫറെന്റ് സ്റ്റേജസ് എങ്ങനെയാണ് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി മോഡേണൈസേഷനിലൂടെ കടന്നു പോകുന്നതിനെ പറ്റിയിട്ട് വോൾട്ട് വിറ്റ്മാൻ റോസ്റ്റോ അദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഈ ഫ്രെയിംവർക്കിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് ഡെവലപ്പ് ഫോർമൽ മോഡൽസ് സ്ട്രെസ്സിംഗ് ക്യാപിറ്റൽ അക്യുമുലേഷൻ, സേവിങ്സ്, ചേഞ്ചസ് ഇൻ ടെക്നോളജി, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഡയറക്റ്റഡ് സ്റ്റേറ്റ് ആക്ടിവിറ്റി ആസ് മേജർ ത്രെഡ്സ്. അപ്പോൾ ഈ ഒരു മോഡേണൈസേഷൻ വെസ്റ്റേൺ വേൾഡിൽ എമർജ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഫ്രെയിംവർക്കിലൂടെ എക്കണോമിക്സ്, ഓരോ രാജ്യത്തുള്ള എക്കണോമിക്സും ഫോർമൽ മോഡലുകൾ ഉണ്ടാക്കി. അതിലൂടെ അവരുടെ മെയിൻ ഐഡിയോളജീസ് എന്താണ്? ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാക്കാനും, സേവിങ്സും, ടെക്നോളജിയിലെ ചേഞ്ചസ് വരുത്തും, ഇൻഡസ്ട്രിയലൈസേഷൻ കൂട്ടി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ആക്ടിവിറ്റി ഒക്കെ എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് എന്ത് ചെയ്തു? കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു. Other disciplines selected their favored themes. Sociologists and anthropologists focused on traditional culture and structural obstacles to development, as well as typical institutional changes that accompany development. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിസിപ്ലിൻസ് അവർക്കും ഇപ്പൊ സോഷ്യോളജിസ്റ്റിനെ ആന്ത്രപ്പോളജിസ്റ്റിന്റെയും തീംസ് വേറെ ആയിരുന്നു. അവർ എന്തിൽ ഫോക്കസ് ചെയ്തു? ട്രഡീഷണൽ കൾച്ചറൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഒബ്സ്റ്റക്കിൾസ് ആയി ഇപ്പൊ ഇന്ത്യന്റെ കേസ് എടുത്ത് നോക്കിയാൽ കാസ്റ്റ് സിസ്റ്റം, കിൻഷിപ്പ്, ഇങ്ങനെയുള്ളതിലേക്ക് ഇത് എങ്ങനെയാണ് ഡെവലപ്മെന്റിലേക്ക് അക്കമ്പനി ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ബാക്കിയുള്ള ഡിസിപ്ലിൻസ് നോക്കിയത്. പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് എന്തിനാണ് നോക്കിയത്? ഒരു ട്രൈബൽ, കമ്മ്യൂണൽ, ലോക്കൽ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് പാർട്ടിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പും മോഡേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർ എങ്ങനെ മാറുന്നു എന്നുള്ളൊരു ട്രാൻസിഷൻ ആണ് മോഡേണൈസേഷൻ തിയറിയുടെ ഫ്രെയിംവർക്കിലൂടെ ഓരോരോ ഡിസിപ്ലിനും നോക്കിയത്. അപ്പൊ അതിൽ നമ്മൾ പൊളിറ്റിക്കൽ സയന്റിസ്റ്റിനെ പറ്റി പറഞ്ഞു, സോഷ്യോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റിനെ പറ്റിയും പറഞ്ഞു, പിന്നെ എക്കണോമിസ്റ്റുകളെ പറ്റി പറഞ്ഞു. പക്ഷേ മോഡേണൈസേഷൻ തിയറി
ലൈക്ക് നല്ലപോലെ ഇവോൾവ് ചെയ്ത് വലിയൊരു ജനശ്രദ്ധ നേടിയപ്പോഴത്തേക്കും ഇതിനെ ആര് ക്രിട്ടിസൈസ് ചെയ്യും? ഇതിനും ക്രിട്ടീക്കുകൾ ഉണ്ടായി. അതിന്റെ മെയിൻ ക്രിട്ടീക്കുകളായിട്ട് എമർജ് ചെയ്ത് വന്ന രണ്ട് തിയറികളാണ് ഡിപെൻഡൻസി തിയറിയും വേൾഡ് സിസ്റ്റം തിയറി. മോഡേണൈസേഷൻ തിയറി 1950s ഉണ്ടായെങ്കിലും 1960s ആയപ്പോഴത്തേക്കും അതിന്റെ ഒരു ഫ്ലറിഷിങ് കുറഞ്ഞു വന്നു. അതൊരു വീക്കനിങ് ആയിട്ട് വന്നു. ഇതിന്റെ മെയിൻ ക്രിട്ടീക്ക് എന്ന് പറയുന്നത് ഇതൊരു ഇമ്പീരിയലിസ്റ്റിക് ആയിട്ടാണ് ആൾക്കാർ പറയുന്നത്. മോഡേണൈസേഷൻ തിയറി എന്ന് പറയുന്ന ഒരു ഇമ്പീരിയലിസ്റ്റിക് ആണ്, വെസ്റ്റ് സെൻട്രിക് ആണ്. അതായത് വെസ്റ്റേൺ വേൾഡിലാണ് തുടർന്ന് ലൈക്ക് ഉത്ഭവിച്ചു വന്നതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെ ബാക്കി കൾച്ചറിനെയും സൊസൈറ്റിനെയും ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലായി മാറിയത് മോഡേണൈസേഷൻ തിയറി ആയി മാറി എന്നാണ് ക്രിട്ടിക്കുകൾ പറഞ്ഞത്. ഇപ്പൊ നമ്മളൊരു കാര്യം എടുത്തു നോക്കാം. ഇപ്പൊ അമേരിക്കയിൽ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അമേരിക്കൻ എക്കണോമി ആയിരിക്കില്ലല്ലോ ഇന്ത്യൻ എക്കണോമി. ആ പോളിസി എടുത്ത് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കില്ലേ? അപ്പൊ ഈ ഒരു ഇമ്പീരിയലിസ്റ്റിക് നേച്ചർ ഉണ്ട് മോഡേണൈസേഷൻ തിയറി എന്നാണ് ആര് ചൂണ്ടിക്കാട്ടിയത്? ക്രിട്ടിക്സ് ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ സ്കോളേഴ്സ് ചലഞ്ച് ദ ഐഡിയ ദാറ്റ് ട്രഡീഷണൽ സൊസൈറ്റീസ് ആർ സ്റ്റാറ്റിക് ആൻഡ് ദ ട്രഡീഷൻ ഡിസപ്പിയർ വിത്ത് മോഡേണൈസേഷൻ. അതുപോലെ ട്രഡീഷണൽ സൊസൈറ്റികൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. അപ്പൊ മോഡേണൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ട്രഡീഷൻസും നശിച്ചു പോകും അല്ലെങ്കിൽ ഡിസപ്പിയർ ആവും എന്നാണ് ആര് പറയുന്നത്? സ്കോളേഴ്സ് കുറച്ചുപേര് ഇതിനെപ്പറ്റി ക്രിട്ടിക് ചെയ്യുന്നത്. പിന്നെ എക്കണോമിക് ഹിസ്റ്റോറിയൻസും ബാക്കിയുള്ളവരും ഒക്കെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു. അതുപോലെ തന്നെ 1950s ചിലര് കംപ്ലൈന്റ് ചെയ്തു മോഡേണൈസേഷൻ പാരഡൈമിനെതിരെ. അവർ പറയുകയാണ് ഇതൊരു ഇന്റർനാഷണൽ ഡയമെൻഷനെ ഇഗ്നോർ ചെയ്യാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കോർ കൺട്രീസും പെരിഫറൽ കൺട്രീസിന്റെ ഡോമിനൻസ് കൂടി വന്നു പെരിഫറൽ കൺട്രീസിൽ എന്ന് മോഡേണൈസേഷൻ വന്നപ്പോ ഉണ്ടായി എന്ന് ഈ ക്രിട്ടിക്കുകൾ ചൂണ്ടിക്കാട്ടി. അതിപ്പോ നമ്മൾ വേൾഡ് സിസ്റ്റം തിയറിയിൽ കോർ കൺട്രീസും പെരിഫറൽ കൺട്രീസും പറയുന്നുണ്ട്. കോർ കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള അമേരിക്ക പോലുള്ള കൺട്രീസ്, പെരിഫറൽ എന്ന് പറയുമ്പോഴത്തേക്കും ആഫ്രിക്ക പോലെയുള്ള അത്രയധികം ഡെവലപ്ഡ് ആവാത്ത തേർഡ് വേൾഡ് കൺട്രീസ്. അപ്പൊ ഈ കോർ കൺട്രീസ് ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും? പെരിഫറൽ കൺട്രീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. മോഡേണൈസേഷൻ തിയറി അല്ലെങ്കിൽ മോഡേണൈസേഷൻ ഫ്രെയിംവർക്ക് ഇതിനെ സഹായിച്ചു എന്നാണ് ക്രിട്ടിക്കുകൾ പറയുന്നത്. This impulse grew in strength and within a decade had crystallized into a theoretical framework known as dependency theory, stressing that the decisive factors were international and that the dominance of international capital not only crippled development but also distorted internal relations in less developed countries. അപ്പൊ ഇങ്ങനെ ഒരു ക്രിറ്റിസിസം എന്ത് ചെയ്തു? വലിയൊരു ഇമ്പൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ പുതിയൊരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തു വന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഡിപെൻഡൻസി തിയറി എന്ന് പറയുന്നത്. ഈ ഡിപെൻഡൻസി തിയറി എന്തിലേക്കാണ് സ്ട്രെസ് ചെയ്തത്? ഇന്റർനാഷണൽ ക്യാപിറ്റൽ, അതായത് ഈ മോഡേണൈസേഷൻ കൊണ്ടായ പ്രശ്നങ്ങളെ എല്ലാം മാറ്റിയിട്ട് ഒരു പുതിയൊരു ഫ്രെയിംവർക്കാണ് ആര് കൊണ്ടുവരാൻ ശ്രമിച്ചത്? ഡിപെൻഡൻസി തിയറിയുടെ അഡ്വക്കേറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ഡിപെൻഡൻസി തിയറിയുടെ മെയിൻ എംഫസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷനും. ഇത് ഡെവലപ്മെന്റൽ സ്ട്രാറ്റജീസിനെ ഫേവർ ചെയ്യും, അതുപോലെ തന്നെ ഡിപെൻഡൻസി മാറ്റാൻ ശ്രമിക്കും. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളെ രാജ്യത്ത് ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് കോട്ടന്റെ അവൈലബിലിറ്റി ഇല്ലെന്ന് വിചാരിക്കുക. ഹൈപ്പോത്തറ്റിക്കലി നമുക്ക് കോട്ടന്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ കോട്ടൺ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ സംഭവം ഇമ്പോർട്ട് ചെയ്യാതെ മറിച്ച് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക, ആ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതിലൂടെ ഡെവലപ്മെന്റ് ഉണ്ടാവുകയും നമുക്ക് ഈ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറി നല്ലൊരു ഡെവലപ്ഡ് ആയിട്ട് മാറാൻ സാധിക്കും എന്നാണ് ഡിപ്പെൻഡൻസി തിയറിസ്റ്റ് മെയിൻലി അഡ്വക്കേറ്റ് ചെയ്യുന്നത്. Radical and less radical versions of dependency theory appeared, and a cousin, world systems theory, emphasized similar mechanism of international political and economic dominance. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി തിയറിയുടെ റാഡിക്കൽ വെർഷൻ ഉണ്ടായി, അതിന്റെ ഒരു ലെസ് റാഡിക്കൽ വെർഷൻസ് ഉണ്ടായി. അപ്പൊ ഇതിന്റെ ഒരു കസിൻ ആയിട്ട് വരുന്നത് ആരാണ്? ഇമ്മാനുവൽ വാളർസ്റ്റൈന്റെ വേൾഡ് സിസ്റ്റം തിയറി ഒരു കസിൻ ആയിട്ട് വന്നതാണ് പറയുന്നത്. ഇതും ഇന്റർനാഷണൽ പൊളിറ്റിക്കൽസിന്റെയും ഇക്കണോമിക് ഡോമിനൻസിനെയൊക്കെ ഡിപ്പെൻഡൻസി തിയറി പോലെ തന്നെ എന്ത് ചെയ്തു? എംഫസൈസ് ചെയ്തു. പക്ഷെ ഡിപ്പെൻഡൻസി തിയറി വന്നപ്പോഴും അതിനെയും എന്ത് ചെയ്തു? സ്കോളേഴ്സ് ക്രിട്ടിസൈസ് ചെയ്തു. അതായത് ഇതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് ഏഷ്യൻ മിറക്കിൾ ഇൻ വിത്ത് സൗത്ത് കൊറിയ, തായ്വാൻ, സിംഗപ്പൂർ സ്കോർഡ് എ ഡ്രാമാറ്റിക് ഡെവലപ്മെന്റൽ ഗെയിൻ. അതായത് ഡിപ്പെൻഡൻസി തിയറിയിലൂടെ ഇവർ പറയുന്നത് എന്താണ്? ഈ തേർഡ് വേൾഡ് കൺട്രീസ് ഒക്കെ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് മറ്റവരിൽ, അതുകൊണ്ടാണ് ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവാത്തതെന്നാണ് ഡിപ്പെൻഡൻസി തിയറി മെയിൻലി പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവര് പറയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഏഷ്യൻ മിറാക്കിളായ സൗത്ത് കൊറിയ, തായ്വാൻ, സിംഗപ്പൂർ ഇതൊക്കെ ഹൈലി ഡെവലപ്ഡ് കൺട്രീസ് ആണ്.
ഇവര് ഒരു സമയത്ത് കോളനൈസേഷനും ഇമ്പീരിയലിസത്തിനും ഒക്കെ കാരണമായിരുന്നു, അതിന്റെയൊക്കെ ഒരു വിക്ടംസ് ആയിരുന്നു. എന്നിട്ട് പോലും ഇവർ ഡെവലപ്പ് ചെയ്ത് വന്നില്ലേ. അപ്പൊ ഡിപ്പെൻഡൻസി തിയറി പറയുന്ന കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ആർക്കും അംഗീകരിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെയുള്ള ഈ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കൺട്രീസിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഉള്ളപ്പോഴത്തേക്കും ഡിപ്പെൻഡൻസി തിയറിനെ ആര് ക്രിട്ടിസൈസ് ചെയ്തു? ഇതിന്റെ സ്കോളേഴ്സ് ക്രിട്ടിസൈസ് ചെയ്തു. The idea of the developmental state achieved prominence in developing countries, describing the partnership among business, finance and government in these success stories. അതായത് ഇതിലൂടെ തന്നെ എന്ത് ചെയ്തു, ഒരു ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിലെ അവർക്ക് അതിനൊരു ഇമ്പറ്റസ് കൂടി. നമ്മൾ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കണം, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബിസിനസ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം, ഗവൺമെന്റിന്റെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് കേട്ടിട്ട് നമ്മളും ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ, ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു വലിയ തന്നെ ഒരു ഐഡിയ ഒരുപാട് തേർഡ് വേൾഡ് കൺട്രീസിലും ഡെവലപ്പിംഗ് കൺട്രീസിലും ഒക്കെ ഇങ്ങനെയുള്ള മോഡേണൈസേഷൻ തിയറി, ഡിപ്പെൻഡൻസി തിയറി, ഇതിന്റെയുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്ത നമ്മളുടെ യൂണിറ്റ് 1 ഫൈനൽ ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ആണ് എന്തെന്ന് പറയുന്നത് വാഷിംഗ്ടൺ കോൺസെൻസസ്. ഇത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് പറയുന്നത് ഒരു കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഡെവലപ്മെന്റൽ എക്കണോമിക്സ് ആണ്. അതായത് 1980s സംഭവിച്ചൊരു എക്കണോമിക് ഓർത്തഡോക്സിയുടെ ഒരു കൗണ്ടർ റെവല്യൂഷൻ ആയിട്ട് വന്നൊരു സംഭവമാണ് വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് പറയുന്നത്. ഇത് ആരാണ് കോയിൻ ചെയ്യുന്നത് വെച്ചാൽ ജോൺ വില്യംസൺ എന്ന് പറഞ്ഞ ഒരു സ്കോളറാണ് ഇതിനെ കോയിൻ ചെയ്യുന്നത്, ഈ ടേം കോയിൻ ചെയ്യുന്നത്. അദ്ദേഹം എവിടെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ഇക്കണോമിക്സ്, അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇത് വേൾഡ് ബാങ്കും IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഈ ഒരു വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് പറഞ്ഞ ടേമിനെ അഡോപ്റ്റ് ചെയ്യുകയും അതിന് ഫെർദർ ഇമ്പറ്റസ് കൊടുക്കുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് ഇൻഫോംഡ് ബൈ ദ ഇക്കണോമിക് റൈറ്റിംഗ്സ് ഓഫ് ഫ്രെഡറിക് ഹയക്, Milton Friedman and the philosophies of the Margaret Thatcher, Ronald Reagan administration and by lessons learned from the debt crisis of the early 1980s. അതായത് വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ അത് ഉണ്ടാവാനുള്ള കാരണം ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതായത് ഞാൻ പറഞ്ഞ ഫ്രെഡറിക് ഹയക്, മിൽട്ടൺ ഫ്രീഡ്മാൻ, മാർഗരറ്റ് താച്ചർ, റൊണാൾഡ് റീഗൻ, അതുപോലെ തന്നെ ഏർലി 1980s ഉണ്ടായിരുന്ന ഡെപ്റ്റ് ക്രൈസിസ്, ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ എമർജ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വാഷിംഗ്ടൺ കൺസെൻസസ് ജനറേറ്റ് ചെയ്തത് ബേസിക്കലി ഇത് ഉണ്ടാക്കിയതിന്റെ തന്നെ കാരണം തേർഡ് വേൾഡ് കൺട്രീസും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസും ഡെപ്റ്റിലായിരുന്നു. അപ്പൊ ഈ ഒരു ഡെപ്റ്റ് ട്രാപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷേഴ്സ് ആയിട്ടാണ് ഈ വാഷിംഗ്ടൺ കൺസെൻസസ് ഇവർ കുറച്ച് മെഷേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ഒരു റെസിപ്പീസിനെ കംപ്ലീറ്റ്ലി പറയുന്ന ഒരു സംഭവമാണ് വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അവർ പറയുന്ന മെഷേഴ്സ് ഈ ഡെപ്റ്റ് കുറയ്ക്കാം, തേർഡ് വേൾഡ് കൺട്രീസ് അവരുടെ കടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആയിട്ട് അവർ പറയുന്നത് എന്താണ്? ഫിസ്ക്കൽ ഡിസിപ്ലിൻ, റെഡ്യൂസ്ഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതായത് ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുക. പിന്നെ ടാക്സ് റിഫോംസ് ടു ഇംപ്രൂവ് ഇൻസെന്റീവ്സ്, ടാക്സ് റിഫോമുകൾ, ടാക്സിൽ റിഫോർമേഷൻസ് ഉണ്ടാക്കാം. മാർക്കറ്റ് ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ആയിരിക്കണം ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റിൽ കോമ്പറ്റീഷൻ കൊണ്ടുവരിക. ട്രേഡ് ലിബറലൈസേഷൻ, ട്രേഡ് കംപ്ലീറ്റ്ലി ലിബറലൈസ് ചെയ്യുക. പിന്നെ പ്രൈവറ്റൈസേഷൻ അവസരം കൊടുക്കുക. ഡീറെഗുലേഷൻ, റെഗുലേഷൻസ് ഒക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ള 8 കാര്യങ്ങൾ മെഷേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെപ്റ്റ് മാറും, അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഡെപ്റ്റ് മാറും എന്നുള്ളൊരു മുന്നോട്ട് വെക്കലാണ് വാഷിംഗ്ടൺ കൺസെൻസസ് ചെയ്തത്. This triumph of neoliberalism coincided with a growing disaffection with or disregard of Marxist ideas and communist socialist political system. അപ്പോൾ ഈ ഐഡിയ, ഈ പറയുന്ന മെഷേഴ്സുകളെല്ലാം എന്തിനെതിരാണ്? മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെതിരെയാണ്. ഇപ്പം ട്രേഡ് ലിബറലൈസേഷനും കോമ്പറ്റീഷനും ഒക്കെ കൂട്ടുമ്പോഴത്തേക്കും ഇതൊക്കെ കംപ്ലീറ്റ്ലി സോഷ്യലിസ്റ്റ് ഐഡിയകൾക്ക് എതിരെയാണല്ലോ. അപ്പൊ ഈ ഒരു നിയോലിബറലിസവും മാർക്സിസ്റ്റ് ഐഡിയകളും നമ്മളൊരു കോൺട്രഡിക്ഷൻ ആണ് വാഷിംഗ്ടൺ കൺസെൻസസിലൂടെ ആൾക്കാർക്കിടയിൽ ഉണ്ടായത്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഐഡിയാസ് ഓഫ് ഫെയ്ത്ത് അണ്ടർലൈങ് ദ വാഷിംഗ്ടൺ കോൺസെൻസസ് വേർ ദാറ്റ് ന്യൂ ക്ലാസിക്കൽ എക്കണോമിക് തിയറി വാസ് ആപ്ലിക്കബിൾ ടു ഓൾ എക്കണോമിക്സ് ആൻഡ് നീഡഡ് നോ സിഗ്നിഫിക്കന്റ് ഓൾട്ടറേഷൻസ് ഓർ ന്യൂ പോസ്റ്റുലേറ്റ്. അപ്പോൾ വാഷിംഗ്ടൺ കോൺസെൻസസിലൂടെ അവർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? നിയോ ക്ലാസിക്കൽ എക്കണോമിക് തിയറികൾ, അതായത് ഇവര് പുറപ്പെടുവിക്കുന്ന നിയോ ക്ലാസിക്കൽ എക്കണോമിക് തിയറികൾ എല്ലാ എക്കണോമിയിലും
ഒരു ഡിഫറൻസും ഇല്ലാതെ ഈക്വലി ആപ്ലിക്കബിൾ ആവുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് തെറ്റല്ലേ? കാരണം ഓരോ എക്കണോമിയും ഡിഫറെന്റ് ആണ്. അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടീഷും ഇന്ത്യ പോലുള്ള കൺട്രി വന്ന് ലൂട്ട് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് അവർ ഫ്ലറിഷ് ചെയ്തത്. അപ്പൊ ആ ഒരു എക്കണോമി ആയിരിക്കില്ലല്ലോ ഇപ്പൊ ഇന്ത്യന്റെ അവസ്ഥ. അവര് ഡെപ്റ്റിലും അങ്ങനെ പല അധികം പ്രശ്നങ്ങളിലാണ്. അപ്പൊ അമേരിക്ക കൊണ്ടുവരുന്ന അതേ ഇക്കണോമിക് റിഫോമുകൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. അപ്പൊ ഇത് വൺ ഓഫ് ദ മെയിൻ ക്രിറ്റിസിസം ഓഫ് ദ വാഷിംഗ്ടൺ കൺസെൻസസ് ആയിരുന്നു. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് റിലയൻസ് ഓൺ റാഷണാലിറ്റി, ഇൻസെന്റീവ്സ്, deregulation and privatization, and an anti-state conviction that markets can work perfectly without any interference. അതുപോലെ തന്നെ ഇവര് പറയാണ്, വാഷിംഗ്ടൺ കൺസെൻസസിലൂടെ അവർ പറയാണ്, ഒരു ഡീറെഗുലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും മാർക്കറ്റിന് ഒരു ഇന്റർഫിയറൻസും കൂടാതെ വർക്ക് ചെയ്യാൻ സാധിക്കും, അതിലൂടെ മാക്സിമം ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് വാഷിംഗ്ടൺ കൺസെൻസസ് പറയുന്നത്. പക്ഷെ ഇന്ത്യ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷനും ഇല്ലെങ്കിൽ പൈസക്കാര് പൈസ കൂടി വരും, അതുപോലെ തന്നെ പാവപ്പെട്ടവൻ കുറഞ്ഞു വരും. ആ ഒരു പോളറൈസേഷൻ ഇൻക്രീസ് ചെയ്യും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പൊ വാഷിംഗ്ടൺ കോൺസെൻസസിന് ഇതൊരു വലിയ ലിമിറ്റേഷൻസ് ആയിട്ടാണ് ആര് കാണുന്നത്? സ്കോളേഴ്സ് കാണുന്നത്. Economic policies accompanying neoliberalism fell under the categories of structural adjustment policies, an invention of the IMF that meant imposing conditions on debtor countries that would help guarantee loan repayments. അപ്പോ ഈ നിയോ ലിബറലിസ്റ്റ് ഐഡിയയിലൂടെ എന്തുണ്ടായി? സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസീസ്, SAP ആര് കൊണ്ടുവന്നു? IMF കൊണ്ടുവന്നു. ഇതിലൂടെ ഡെപ്റ്റർ കൺട്രികൾക്ക് അവരുടെ ലോൺ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം കണ്ടീഷൻസ്, കുറച്ച് ഇത്ര അധികം കണ്ടീഷൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ റീപേ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാകും എന്നുള്ള രീതിയിൽ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസീസ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? IMF ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ 1990s ഈ SAP ഇന്ത്യയിൽ വരുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് ഇന്ത്യ വലിയൊരു ഡെപ്റ്റ് ക്രൈസിസിലായിരുന്നു. അതുപോലെ നമ്മളെ ഇന്ത്യയിലെ ഫോറിൻ കറൻസി റിസർവ് വളരെയധികം ഡ്രൈഡ് സ്റ്റേറ്റിലായിരുന്നു, ലൈക്ക് ഇല്ലാന്ന് തന്നെ പറയാം. അത്രയധികം ഒരു മോശം സമയത്താണ് SAP ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ പ്രോഗ്രാം എന്തിലാണ്? SAPയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, അതുപോലെ തന്നെ എക്കണോമിയിൽ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ മിനിമൈസ് ചെയ്യുക, ട്രേഡിനെ ലിബറലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ മെയിൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 1990s SAPന്റെ ഒരു ഇന്റർവെൻഷൻ കൂടെയാണ് നമ്മൾ LPG ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇന്ത്യയിൽ LPG ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ SAP കൊണ്ട് IMF ഉദ്ദേശിച്ചത് അവരുടെ ലോൺ റീപേയ്മെന്റ്, അതിനൊരു ഹെൽപ്പ് ഗ്യാരണ്ടി ചെയ്യാനും അത് ഇൻ ടേൺ എന്തിനെ എഫക്ട് ചെയ്യും? ഇവരുടെ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഫക്ട് ചെയ്യും. ലൈക് കോമ്പറ്റീഷൻ ഇവിടെ കൂട്ടി ഒരു ലിബറലൈസ്ഡ് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് SAP സഹായിക്കുകയും ചെയ്തു ഇൻ പ്രാക്ടീസ്. പക്ഷെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ SAP പറയുന്ന മിക്ക പോളിസികളും എന്തിലേക്കാണ് നയിച്ചത്? വേജ് ഫ്രീസസിലേക്ക് നയിച്ചു. നമ്മളെ ഇന്ത്യൻ കറൻസി, ഇന്ത്യ അല്ല, ഇത് വന്ന മിക്ക കറൻസിയുടെയും ഡീവാലുവേഷൻ, കറൻസിയുടെ വാല്യൂ കുറഞ്ഞു. അതുപോലെ തന്നെ labor law also bringing in labor laws that immobilize labor unions and any attempt to collectivize the working classes. അതായത് ഇവരുടെ വേറൊരു ആഫ്റ്റർ എഫക്ട് എന്താണ്? ലേബർ യൂണിയൻ പോലുള്ള സംഭവങ്ങളുടെ ഒന്നും വർക്കിംഗ് ഉണ്ടാവാൻ വേണ്ടി, ലൈക്ക് അതിന്റെയൊക്കെ വർക്കിംഗ് മൊത്തത്തിൽ നിഷേധിക്കുകയാണ് ചെയ്തത്. കളക്ടിവിറ്റീസിനെയൊക്കെ കംപ്ലീറ്റ്ലി നിഷേധിച്ചു. ബേസിക്കലി എന്താണ്? ലേബേഴ്സിന്റെ ബേസിക് റൈറ്റുകളെ തന്നെ നിഷേധിച്ചു. ഈ SAPയുടെ കണ്ടീഷൻസ് നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പൊ വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറയുന്നത് ബേസിക്കലി ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്, ലൈക് വളരെയധികം മോശപ്പെട്ട ഒരു അവസ്ഥയാണ് ഇന്ത്യ പോലുള്ള കൺട്രിയിൽ ഉണ്ടാക്കിയത്. അവര് ഇപ്പൊ വെസ്റ്റേൺ വേൾഡ് വാഷിംഗ്ടൺ കോൺസെൻസസ് അല്ലെങ്കിൽ IMF ഒക്കെ കൂടി ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള വ്യാജേനെ ബേസിക്കലി ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഇപ്പോഴും ആർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട്? ഡെവലപ്ഡ് കൺട്രീസ് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഷിംഗ്ടൺ കോൺസെൻസസിനെ മിക്ക സ്കോളേഴ്സും റിജക്ട് ചെയ്യുന്നതും. അതൊരു വെസ്റ്റ് സെൻട്രിക് ഐഡിയ ആണ്. സഹായിക്കുക എന്ന വ്യാജനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മിക്ക സ്കോളേഴ്സും ലൈക്ക് എന്ത് ചെയ്യുന്നത്, സമ്മപ്പ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നമ്മളുടെ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ ലൈക്ക് യൂണിറ്റ് 1ന്റെ പാർട്ട് 1 പാർട്ട് 2 ക്ലാസ്സസിൽ നമ്മൾ ബേസിക്കലി പറഞ്ഞ എന്താണ്? ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, സോഷ്യോളജിയുടെ സബ് ഡിസിപ്ലിൻ ആയിട്ട് അത് എങ്ങനെ മാറി, എങ്ങനെയാണ് രണ്ട് ഡിസിപ്ലിനായ എക്കണോമിക്സും സോഷ്യോളജിനെ കണക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ മാർക്സ് വെബറിന്റെയും ഡർക്കെയിമിന്റെയും
കാൾ മാർക്സിന്റെയും സിമ്മലിന്റെയും വെബ്ലന്റെയും ഒക്കെ തിയറികളിലുള്ള ലിമിറ്റേഷൻസ് അവർ പറയാതെ വിട്ടുപോയ കാര്യങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ കോർ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ എക്കണോമിക് ലൈഫിനെ ഒരു സോഷ്യൽ ഫ്രെയിംവർക്കിലൂടെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ എക്കണോമിക്സ് ഒരു പ്യുവർ എക്കണോമിക്സ് ആയിട്ട് മാറാതെ മറിച്ച് ഒരു സോഷ്യോളജിക്കൽ സെൻസസിലൂടെ നമുക്ക് എങ്ങനെ എക്കണോമിക് സോഷ്യോളജിനെ കാണാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഈ യൂണിറ്റിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിലുള്ളത്. അതുപോലെ തന്നെ എന്താണ്, സബ്സ്റ്റാൻഷ്യാലിറ്റി ഓഫ് ഡിഫറൻസ് ഇൻ ദർ എപ്പിസ്റ്റമോളജിക്കൽ ഫോക്കസ് ബിക്കംസ് ക്ലിയർ വിത്ത് ദ പോപ്പുലർ കോട്ട് ഓഫ് ജെയിംസ് എസ് ഡോൺബറി when he remarks, while economics is all about how people make choices, sociology is all about why they don't have any choices to make. ഇപ്പം എക്കണോമിക്സ് ബേസിക്കലി പറയുന്നത് എന്താണ്, റാഷണൽ ചോയ്സസിലൂടെ എന്തുകൊണ്ട് ഇൻഡിവിജ്വൽസ് റാഷണൽ ചോയ്സസിലൂടെ ഓരോ സംഭവങ്ങൾ ചൂസ് ചെയ്യുന്നു, അതിന്റെ സോഷ്യോളജിക്കൽ കോണ്ടെക്സ്റ്റ് എന്തുകൊണ്ട് അത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് നോക്കുന്നത്, ഇക്കണോമിക് സോഷ്യോളജി നോക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അരി വാങ്ങി, ബസ്മതി റൈസ് വാങ്ങി, എന്റെ കയ്യിൽ സെല്ലാ റൈസ് വാങ്ങാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ സെല്ലാ റൈസ് ഞാൻ വാങ്ങിയില്ല, എന്തുകൊണ്ട് ഞാൻ സെല്ലാ റൈസ് ചൂസ് ചെയ്തില്ല എന്നുള്ള ഒരു റീസൺ ആണ് ആര് അന്വേഷിക്കുന്നത്, സോഷ്യോളജി അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ജെയിംസ് എസ് എൻ ഡുസൻബറി കോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ the state of affairs has been made clear by the classical theoretical debates within both discipline, that is both economic and sociology. ഈ രണ്ട് ഡിസിപ്ലിൻ തമ്മിലുള്ള മെയിൻ ക്ലാസിക്കൽ ഡിബേറ്റ്സ് ഇതാണ്. അതുപോലെ തന്നെ in spite of the efforts of these classical theorists, economic sociology had to wait for 1950s to expand in the new directions with empirical focus instead of just complement the economic sociology. Now are bold enough to trespass the border of economics and raise critical questions on the economics domain. അതായത് ഞാൻ പറഞ്ഞു 19th സെഞ്ചുറിയിലെ എക്കണോമിക് ചേഞ്ചസ്, മേജർ എക്കണോമിക് ചേഞ്ചസിലൂടെ എക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞ ഡെവലപ്മെന്റിന്റെ ഒരു എമർജൻസ് ഉണ്ടായി. പക്ഷെ 1950s ഇത്രയും കാലഘട്ടം എടുത്തു എക്കണോമിക് സോഷ്യോളജി ഒരു പുതിയ ഡയമെൻഷനിലേക്ക് മാറാൻ. ഇതിലൂടെ എന്താണ് സാധിച്ചത്, ലൈക് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഡിസിപ്ലിന്റെ ബേസിക് സംഭവങ്ങളെ ആര് ക്വസ്റ്റ്യൻ ചെയ്തു, ഇക്കണോമിക് സോഷ്യോളജിസ്റ്റുകൾ ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷെ ഇത്രയും സമയം എടുത്തു ഈ ഒരു ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ ഇത്രയും സമയമാണ് എടുത്തത് നമുക്ക് നമ്മളെ ക്ലാസ്സസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ബേസിക്കലി നമ്മളുടെ ഇത്രയാണ് നമ്മൾ പാർട്ട് യൂണിറ്റ് 1 കവർ ചെയ്യുന്നത്. നമുക്കിനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. 2023 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഹൗ ആർ എക്കണോമി ആൻഡ് സൊസൈറ്റി ഇന്റർ റിലേറ്റഡ്. അത് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സൊസൈറ്റിയും എക്കണോമിയും റിലേറ്റ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് അറിയാലോ എക്കണോമി എങ്ങനെയാണ് സൊസൈറ്റി റിലേറ്റ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എക്കണോമീനെ എപ്പോഴും നമ്മളൊരു സോഷ്യോളജിക്കൽ സെൻസസിൽ വേണം കാണാൻ. സൊസൈറ്റിയും എക്കണോമി എന്ന് പറയുന്നത് ഒരു ഇന്റർ റിലേറ്റഡ് ആണ്. ഒരു സൊസൈറ്റിയിലെ എക്കണോമി സൊസൈറ്റിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഫിനോമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് സൊസൈറ്റി. ഏതൊരു ഫാക്ടേഴ്സും ഇപ്പം ഏതൊരു സൊസൈറ്റിയിലും എക്കണോമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആൾക്കാരെ ഫങ്ഷൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ രീതിയിൽ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ ഒരു സെയിം വേറെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് എക്കണോമി, ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ് വിത്ത് സൊസൈറ്റി. എന്താണ് എക്കണോമി, എങ്ങനെയാണ് സൊസൈറ്റി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ടേംസ് ഒക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ എക്കണോമി എന്താണെന്ന് എഴുതുക, സൊസൈറ്റി എന്താണെന്ന് എഴുതുക, ഇത് തമ്മിലുള്ള ഇന്റർ റിലേഷൻ എഴുതുക, എക്കണോമിക് സോഷ്യോളജിനെ പറ്റി എഴുതുക. ഇതൊക്കെ ബേസിക്കലി നമുക്ക് ഈ ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗൈസ്, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.